നമ്മൾ വല്ലാതെ ആശങ്കയോടെ കൂടെ കാണേണ്ട ഒരു കാര്യവും നമ്മുടെ പ്രധാനപ്പെട്ട പ്രാർത്ഥനകളിലൊക്കെ ഉൾക്കൊള്ളിക്കേണ്ടതുമാണ് ഗൾഫിലെ പ്രവാസികളുടെ ജോലിയും അവരുടെ ജീവിതവും. നിരന്തരമായി യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ബഹ്റൈനിലും കുവൈറ്റിലുമാണ്. പക്ഷെ വാർത്തക്ക് പ്രാധാന്യം കുറഞ്ഞു, കാരണം അതൊരു പതിവ് രീതിയായി. പക്ഷെ ഇതര രാജ്യങ്ങളിൽ സർക്കാർ സർവീസുകളിൽ നിന്ന് പകുതിയോളം ജീവനക്കാരെ പിരിച്ചുവിട്ടുകൊണ്ടിരിക്കണം. ഖത്തറിലൊക്കെ ശമ്പളം നേരെ പകുതിയായിട്ട് കുറക്കുന്നു. പല പ്രവാസികളും വീട്ടിലിരിക്കുന്നു, റൂമിലിരിക്കുന്നു, ജോലിയില്ലാതെ. നമ്മുടെ നാട്ടിൽ സൂര്യൻ ഉദിക്കുന്നത് പ്രവാസത്തിന്റെ പണം കൊണ്ടാണ്. ഇല്ലാതായി കഴിഞ്ഞാൽ നകളിപ്പ് തീരും. നമ്മുടെ മക്കളെയും ബന്ധുക്കളെയും എന്താണ് ഇല്ലായ്മ എന്ന് പറഞ്ഞു പഠിപ്പിക്കണം നമ്മൾ. പതിയെ 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 ഗൾഫിൽ നിന്ന് പണം വരാത്ത ഒരു ഇരുണ്ട കാലത്തിന് വേണ്ടി അവരെ തയ്യാറാക്കണം. ഇതുവരുന്നുകൊണ്ടിരിക്കുക. നമ്മുടെ പ്രവാസികൾക്ക് ജോലി കിട്ടാൻ, അവരുടെ ജോലിയിൽ സ്ഥിരത കിട്ടാൻ, ശമ്പളം പതിവ് പോലെ അതിലേറെ വർദ്ധിക്കാനൊക്കെ ഇതുവരുന്നുകൊണ്ടിരിക്കുക. അതോടൊപ്പം നമ്മുടെ അലങ്കാരങ്ങളും ആർഭാടങ്ങളും കുറച്ച് ശീലിക്കുക. കല്യാണ മര്യാദക്ക് നടത്തി പഠിപ്പിക്കുക. സൽക്കാരത്തിന് 40 ചോറ് വേണ്ടേന്ന് പറയുമ്പോൾ 1 മതി എന്ന് പറഞ്ഞ അവരോട് കാര്യമായ രീതിയിൽ അത് അവർക്ക് ഉപദേശിച്ചു കൊടുക്കുക. അപ്പൊ എല്ലായിടത്തും ഇത്തരം വിഷയങ്ങൾ നടന്നു. ആളിനിത്താക്കാത്ത് വന്നതാണ്, വലിയ പണക്കാരനായിരുന്നു, അതുകൊണ്ട് നമ്മൾ തിരിഞ്ഞു നോക്കണ്ടെന്ന് വിചാരിക്കും. നേരിട്ട് വാങ്ങി ശീലം ഉണ്ടാവില്ല. അത് മനസ്സിലാക്കുക എന്നതാണ് അയൽവാസിയുടെ ബാധ്യത. ആരാരും കാണാതെ അദ്ദേഹത്തിന് ആവശ്യമായത് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും വലിയ ജിഹാദ്. പ്രവാസികൾക്ക് അല്ലാഹു നിഅമത്ത് വർദ്ധിപ്പിക്കുമാറാവട്ടെ. കാരണം അത് വല്ലാത്തൊരു സംഭവമാണ്. പട്ടിണിയിൽ നിന്ന്, പരിവട്ടത്തിൽ നിന്ന്, വിദ്യാഭ്യാസമില്ലാത്ത ഇരുണ്ട കാലത്തിൽ നിന്ന് കേരളം ഉയർത്തെഴുന്നേറ്റത് പ്രവാസം കൊണ്ടാണ്. പട്ടിണിക്ക് പരിഹാരമില്ലാത്ത ആളുകൾക്ക് എന്ത് PG പഠനം, എന്ത് സ്കൂളിൽ പോവൽ. എൻ്റെ വലിയ ജ്യേഷ്ഠൻ ദർസിലെല്ലാം പഠിക്കുമായിരുന്നു. പക്ഷെ ഇപ്പം വിളിച്ചുകൊണ്ടുവന്നാണ്. ഇപ്പോഴും അദ്ദേഹം സങ്കടം പറയലുണ്ട്. എന്നാലും നിങ്ങൾ മുസ്ലിയാരന്മാരായല്ലോ എന്നുള്ളൊരു നിർവൃതിയാണ് പിന്നെ ഉപ്പരിക്കുള്ളത്. ഞാനും എൻ്റെ തൊട്ടുമേലുള്ള ജ്യേഷ്ഠനും ഈ ഉസ്താദുമാരായപ്പോൾ അദ്ദേഹം ഭയങ്കരമായിട്ട് പറയുന്ന സങ്കടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഉസ്താദ് തെരഞ്ഞു വന്നു എന്നാണ് പിന്നെ വീട്ടിലേക്ക്. അപ്പോൾ ഉപ്പ പറഞ്ഞു, ഞാൻ പണിക്കോവും, അപ്പോൾ അവിടെ കുട്ടികളെ നോക്കാനൊന്നും ആരുമില്ല, അതുകൊണ്ട് ഓനെ വിളിച്ചതാണ്. മൂപ്പരവസാനം ദേഷ്യം പിടിച്ചെന്നാൽ 4 പൈക്കളയും വാങ്ങിക്കൊടുത്തല്ലെന്ന് പറഞ്ഞ് പോയി എന്നാണ്. ഒരു തോർത്തുകൊണ്ട് മാത്രം എടുത്തിട്ട് കുട്ടികളെ മൊത്തം വളർത്തിയിരുന്ന അദ്ദേഹത്തിൻ്റെ ആ പഴയകാലം പറയാറുണ്ട്. ചില ആളുകളൊക്കെ പറയും, ഞങ്ങൾ വന്നിട്ടാണ് വിദ്യാഭ്യാസം വന്നത്. തള്ളാണ്, വെറും തള്ള്. ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെ PG പഠിക്കുക, എങ്ങനെ +1 പഠിക്കുക, എങ്ങനെ സ്കൂളിൽ പോവുക? പിന്നെ നമ്മൾ പതിയെ അത്യാവശ്യത്തിലേറെ വിദ്യാഭ്യാസത്തിലേക്ക് എത്തി. എല്ലാ രംഗത്തും നല്ല പ്രഗത്ഭരായ വിശ്വാസികൾ കടന്നു വന്നു. എന്തുകൊണ്ട്? ഗൾഫ് പണം കൊണ്ട്. അതുകൊണ്ട് അവർക്ക് വേണ്ടി ദ്വാരന്നുകൊണ്ടേയിരിക്കണം. ഞാൻ സാന്ദർഭികമായിട്ട് സൂചിപ്പിച്ചതാണ്.